ആയിരക്കണക്കിന് സ്ത്രീകളും വിദ്യാർത്ഥികളും ഇതും കൊണ്ട് നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്. എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗം ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി ചോദിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ്, സ്വയം പര്യാപ്തമാകാവുന്ന ഒരു ചെറിയൊരു ബിസിനസ് ആണ്. നമുക്കൊരു 21 ദിവസം കൊണ്ടല്ലേ? 21 ദിവസം കൊണ്ട്. 21 ദിവസം. ഈ കാണുന്ന 10 രൂപ മുട്ടയുണ്ടല്ലോ, ഓക്കെ, ഇത് നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി ഇതിന്റെ കുഞ്ഞിന് 50 രൂപ 60 രൂപ മാർക്കറ്റ് വരെയുണ്ട്. അതായത് നമുക്ക് 10 രൂപ വിലയുള്ള മുട്ടയെ നമുക്ക് 21 ദിവസം കൊണ്ട് 50 രൂപയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അത് അങ്ങനെയുള്ള ഒരു മാന്ത്രിക ചെപ്പാണ് അല്ലെ? ഒരു ചേട്ടാ, ഇതിനകത്ത് നമുക്ക് എത്ര? ഇതിനകത്ത് 200 കോഴിമുട്ട വയ്ക്കാം. ഓക്കെ, നമ്മള് ഒരു മുട്ടയ്ക്ക് 10 രൂപ, 200 കോഴിമുട്ടയ്ക്ക് 2000 രൂപ കണക്ക് കൂട്ടിയാ. ഓക്കെ, നമ്മൾ ഒരു 150 കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഈ 150 കുഞ്ഞുങ്ങളെ പ്രതീക്ഷ, ഈ 150 കുഞ്ഞുങ്ങൾ 150 × 50 കണക്കൂട്ടിയാലും നമുക്ക് 7500 രൂപ പോക്കറ്റ് മണി ഉണ്ടാക്കാം. അതായത് സീരിയസ് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗമാണ്. ചേട്ടാ, ഇത് ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? ഇത് 2500 രൂപ ഈ സാധനത്തിന്. 2500 രൂപ. അതായത് നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം അല്ലേ? ചുരുങ്ങിയ ചെലവ് ചെയ്യാൻ. അതായത് വേറെ ഈ ഒരു റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടോ? സ്വന്തമായിട്ട് ചെയ്യത്തക്ക രീതിയിൽ പരിപാടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഞങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500 രൂപയ്ക്ക് ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല, വേറെ കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ മാത്രമേ ഉള്ളൂ. ഈ 200 മുട്ട വയ്ക്കുന്ന 2500 രൂപയ്ക്ക് കൊടുക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കർണാടക തമിഴ്നാടൊക്കെ ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പാൻ ഇന്ത്യ പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ എല്ലായിടേക്കും പിടിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ അവിടെ 3 മാസം കൊണ്ട് 1000ഓളം ഇൻക്യുബേറ്റർ ഞങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. അതായത് ശരാശരി നമുക്ക് ഒരു 1000 ഇൻക്യുബേറ്റർ 3 മാസം ചിലവായി വിൽപ്പന നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി കർണാടക, ഇതെല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്തിരിക്കുന്നതല്ലേ? തമിഴ്നാട്, കർണാടക എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇൻക്യുബേറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പണി നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പൊ ഇത് കൂടാതെ നമുക്ക് എല്ലാ ഏറ്റവും കാര്യം ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഇത് നമ്മളിത് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ അതോടെ നിർത്തില്ല. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് എങ്ങനെ വിൽപ്പന നടത്താം, എങ്ങനെ പരിപാലിക്കാം, ഇൻക്യുബേറ്റർ എങ്ങനെ മുട്ട വയ്ക്കാം, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് കുട്ടികൾ ഇറങ്ങി അതിനെ വിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഫോണിലൂടെ നമ്മൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യും, വേറെ ഗ്രൂപ്പുകളിൽ ലിങ്ക് അയച്ചു കൊടുക്കും. അവർക്ക് വേണ്ട കാര്യം നിർദ്ദേശങ്ങൾ മുഴുവൻ വിൽപ്പന അടക്കം നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സപ്പോർട്ട് ചെയ്യും. എത്ര പെർസെന്റേജ് നമുക്ക് എന്റെ ഒക്കെ 4 പോയിട്ട് ബാക്കി വരുന്നുണ്ട്. ഏകദേശം ഒരു 98-99% വരെ റിസൾട്ട്. അത് നല്ല മുട്ടയാണെങ്കിൽ വീണ്ടാ, അതായത് തുറന്നു വിട്ട് വന്ന കോഴി മുട്ടയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. കൂട്ടിനകത്ത് വളർത്തുന്ന കോഴി മുട്ട റിസൾട്ട് കുറച്ച് കിട്ടും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല റിസൾട്ട് ആയിരിക്കും. അത് പുഴുവും പ്രാണിയും പച്ചയിലേക്ക് തിന്ന് അത് അത് ആരോഗ്യമുള്ള മുട്ടയാണ്. കൂട്ടിനകത്ത് നമ്മൾ കൊടുക്കുന്ന തീറ്റയും കൂടി ഇരിക്കുന്ന മുട്ടയ്ക്ക് പകുതിയൊക്കെ കിട്ടും. ഈ സംരംഭം തുടങ്ങിയ 8 വർഷമായി. അന്ന് ഞാൻ ഇൻക്യുബേറ്റർ 2500 രൂപ റേറ്റ്, ഇന്നും 2500 റേറ്റ്. അന്ന് സാധനങ്ങളൊക്കെ ഡബിൾ വിലയാണ് ഇപ്പോൾ സാധനങ്ങൾക്ക് വില. അത് ഞാൻ കൊടുക്കാൻ കാരണം നമ്മുടെ വലിയ കച്ചവടവും ചെറിയ ലാഭവും. അതാണ് നമ്മൾ ഉദ്ദേശം. അതുകൊണ്ടാണ് ശരിക്കും നമ്മളെ സന്തോഷേട്ടന് ആദ്യമായിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, വർഷങ്ങളായിട്ട് ചെയ്യുന്ന വരുന്ന ആളാണ്. അപ്പം ഒരുപാട് പേര് റിവ്യൂവും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ കയറി നോക്കിയാൽ റേറ്റിംഗ് കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ തന്നെ ഒരുപാട് ചാനൽ വീഡിയോസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് ഇതല്ലാതെ ഇനി വേറെ ഏതൊക്കെ? 100 കോഴിമുട്ട വയ്ക്കുന്നുണ്ട്, 200 60. ഇതാണ് നമ്മുടെ കർണാടകയിൽ താനായിക്കൊണ്ടിരുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. അതായത് 100 മുട്ട വെച്ചിട്ട് 99 കുഞ്ഞുങ്ങൾ വിരിഞ്ഞാണ് കർണാടക. 100 വെച്ചിട്ട് 99% റിസൾട്ട് ഇൻക്യുബേറ്ററാണ്. ഇത് വന്നിട്ട് 1800 രൂപയുള്ളൂ. 1800 രൂപ. നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 200 എക്സ്ട്രാ 2000 രൂപയാവും. 2000 രൂപയാവും. ഓക്കെ, അപ്പൊ എന്തായാലും അത് നല്ല അടിപൊളി ഒരു ഇൻക്യുബേറ്റർ ആണ്, വളരെ റിസൾട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിന് താഴെയുള്ള ഏതാണ്? ഇതിന് താഴെയുള്ള 60 മുട്ട വയ്ക്കുന്നതാണ്. 60 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ഐസ് ബോക്സ് ആണ്. ഐസ് ബോക്സ് ആണ് ഇത്. നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ഇൻക്യുബേറ്റർ കേട്ടോ. വീട്ടാവശ്യങ്ങൾക്ക് എന്ന് പറയാൻ ജസ്റ്റ് ഒരു ഹോബിക്ക്, വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. വീട്ടിൽ ചെറിയ ചെറിയ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആവശ്യത്തിന് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാം, ചെറിയ അളവിൽ. അപ്പൊ ഇതിന് റിസൾട്ട് ഒക്കെ ഉണ്ടല്ലോ? കുഴപ്പമില്ല, റിസൾട്ട് ഉണ്ട്. എത്ര ഇതിന് വില? ഇത് 1600 വില. 1600. നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 150 രൂപ ആവും. 150 രൂപ ഉള്ളൂ കൊറിയർ ചാർജ്. 150 അങ്ങനെ 1750 രൂപ. പിന്നെ നമ്മുടെ ഇൻക്യുബേറ്റർ എല്ലാം കൊറിയർ അയക്കുമ്പോൾ വീടെത്തില്ല കേട്ടോ, നമ്മുടെ കൊറിയർ ഓഫീസിൽ എത്തുള്ളൂ. വീട്ടിൽ എത്തിക്കാൻ കഴിയില്ല. കൊറിയറിൽ പോയി കളക്ട് ചെയ്യാം, അവിടെ വിളിക്കുമ്പോൾ പോയി കളക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ സന്തോഷേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡായിട്ട് വരും കാണുന്നത്.